ഹായ് ഓൾ, വെൽക്കം ടു ആൽഡൻ റോക്സ്. ഇന്ന് നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം. ഊട്ടിയിൽ ഇപ്പോൾ ഫ്ലവർ ഷോ നടന്നുകൊണ്ടിരിക്കണല്ലോ. 127ാമത്തെ ഫ്ലവർ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ട്രിപ്പ് ഊട്ടിയിലോട്ടാണ്. അപ്പോൾ ഊട്ടിയിലെ ഫ്ലവർ ഷോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തതാണ്, 1 മാസം മുമ്പ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അധികം കുഴപ്പമില്ലാതെ തിരക്കില്ലാതെ പോകാമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് കണ്ടക്ട് ചെയ്തൊരു ട്രിപ്പാണ്. നേരെ ഇനി യാത്രയും ഊട്ടിയിലെ കാഴ്ചകളായിട്ട് അങ്ങനെ കാത്തിരുന്ന വണ്ടി വന്നു. പാട്ടും ഡാൻസൊക്കെ ആയിട്ട് സന്തോഷത്തോടുകൂടി ഞങ്ങൾ യാത്ര തിരിച്ചു. കുഞ്ഞു മക്കൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ ട്രിപ്പ്. ഞങ്ങൾ 5 ഫാമിലിയാണ്, ഫ്രണ്ട്സ് 5 ഫാമിലിയാണ് പോയത്. പിന്നെ പല സമയത്തും ട്രിപ്പ് മുടങ്ങിപ്പോകുമെന്ന് കരുതി. കാരണം പല സമയത്തും പല തിരക്കുകളായിട്ട് ഓരോരുത്തർക്കും ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവസാനം ഞങ്ങൾ ഇറങ്ങി തിരിച്ചതായിരുന്നു. ഭാഗ്യം പറയട്ടെ, അത് ഫ്ലവർ ഷോയുടെ സമയത്ത് തന്നെ ഞങ്ങൾക്ക് പോകാനും കഴിഞ്ഞു. അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഊട്ടിയിൽ ചെന്നെത്തിയപ്പോൾ ഫേസ് ചെയ്ത ഭയങ്കര പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വണ്ടി അങ്ങോട്ട് കടത്തിവിടില്ലെന്ന് പറഞ്ഞു. ആവിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ് നമ്മൾ പോകുന്ന ഏത് വണ്ടിയാണ് യാത്ര ചെയ്യുന്ന വണ്ടി അവിടെ പാർക്ക് ചെയ്ത് അവരുടെ ഗവൺമെൻറ് ബസ്സിൽ വേണം അങ്ങോട്ടെല്ലാം യാത്ര ചെയ്യണമെന്നാണ് പറഞ്ഞത്. കാരണം അത് ഗതാഗത നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ട് ഭയങ്കര സ്ട്രിക്റ്റായിട്ട് അവർ പറഞ്ഞേക്കെ ഒരു വണ്ടിയും കടത്തിവിടില്ല. അഥവാ വണ്ടി കടത്തിവിടുകയാണെങ്കിൽ തന്നെ 6 മണിക്ക് ശേഷമേ കടത്തിവിടാറുള്ളൂ എന്ന് പറഞ്ഞു. കുറേയൊക്കെ ഇറങ്ങിത്തിരിഞ്ഞ് അവസാനം ഞങ്ങൾ അങ്ങനെ കഷ്ടിച്ച് അങ്ങോട്ട് എത്തിച്ചേർന്നു. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതുകൂടെ അറിഞ്ഞിരിക്കണം. കാരണം അവർ വണ്ടി അങ്ങോട്ട് കടത്തിവിടില്ല, അവരുടെ ബസ്സിൽ വേണം നമുക്ക് യാത്ര ചെയ്യാനായിട്ട്. ഫ്ലവർ ഷോയുടെ ഭാഗത്തോട്ടെല്ലാം പോകാൻ ആവിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്ത് അവരുടെ വണ്ടിയിൽ വേണം അവിടെ എല്ലാം ചുറ്റി കറങ്ങി കാണാനായിട്ട്. ഓർത്ത് വയ്ക്കുക. ഇത് കണ്ടോ, എൻട്രൻസ് തന്നെ അവർ എത്ര മനോഹരമായി അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. ഒരു ഫോർട്ടിൻ്റെ മോഡലാണ്, പലതരത്തിലുള്ള പൂക്കളുണ്ട്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുമാത്രമല്ല ഫ്ലവർ ഷോ തുടങ്ങിയതുകൊണ്ട് വളരെ തിരക്ക് കൂടുതലായിരുന്നു. നല്ല റഷായിരുന്നു അതിനകത്ത് മുഴുവനായിട്ട്. ഫോട്ടോ എടുക്കുന്ന തിരക്കും വീഡിയോ എടുക്കുന്നതും പല യൂട്യൂബർമാരുടെ എല്ലാം നല്ല തിരക്ക് തന്നെ നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. നമ്മളൊന്ന് ഫാമിലിയായിട്ട് പോയതുകൊണ്ട് പിള്ളേരും മക്കളെല്ലാം പെറുക്കി കെട്ടി പോയതുകൊണ്ട് അവരാരും മിസ്സാവേണ്ടെന്ന് കരുതി എല്ലാവരും ഒത്തുചേർന്ന് ഒരു ഭാഗത്ത് ഒരുമിച്ചാണ് അതെല്ലാം കാണാനായിട്ട് പോയത് തന്നെ. കാരണം ടിക്കറ്റ് എടുക്കുന്നിടത്തും എൻട്രൻസിലെല്ലാം നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എൻട്രൻസ് കഴിഞ്ഞ് അകത്തോട്ട് ചെന്നപ്പോൾ തന്നെ കണ്ടില്ല, അത് വലിയൊരു ഫോട്ടോ നമുക്ക് ഒരുക്കി വെച്ചേക്കുന്നത്. അതുകൊണ്ട് എലിഫൻറ്റ്, പടനായകൻ, അതുപോലെ തന്നെ പലതരത്തിലുള്ള പൂക്കളായിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് തന്നെയാണ് അവർ നമ്മളെ വരവേൽക്കുന്നത്.
ഫ്ലവർ ഗാർഡനെല്ലാം ചുറ്റിക്കറങ്ങിയതിന് ശേഷം കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിനായിട്ട് പ്ലേ ഗ്രൗണ്ടിലോട്ട് കൊണ്ടുപോയി. കാരണം നമ്മുടെ സന്തോഷം മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ, അവരെയും കൂടെ ഒന്ന് സന്തോഷിപ്പിക്കണ്ടേ. അതല്ലേ നമ്മുടെ സ്റ്റോറിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം കൂടെ. എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്യുക. അവിടെ ചെന്ന് നോക്കുമ്പോഴുണ്ട് നല്ല തിരക്ക്, പൂരത്തിനുള്ള തിരക്കാണ്. ഇവിടെ കുട്ടികളുടെ ഗ്രൗണ്ടിൽ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഗാനമേള നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മാക്സിമം ഒക്കെ എൻജോയ്, ഒരു തരത്തിലും ബോറടിപ്പിക്കാതെ നമ്മൾ എൻജോയ് ചെയ്യിപ്പിക്കാനുള്ള പലതരത്തിലുള്ള കലാപരിപാടികൾ ഇവിടെ ഉണ്ട്. അങ്ങനെ ഏകദേശം ഉച്ചവരെ അവിടെ എല്ലാം ചുറ്റൊക്കെ ഇറങ്ങിയ ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഹാപ്പിയോടുകൂടി മക്കൾ ഞങ്ങളെല്ലാം ഹാപ്പിയോടുകൂടിയാണ് പുറത്തോട്ട് ഇറങ്ങിയത്. ഇനി ഒരു സ്ഥലത്ത് മാത്രം പോയിട്ട് കാര്യമില്ലല്ലോ, ചുറ്റിക്കറങ്ങാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ ഊട്ടിയിൽ. അപ്പോൾ അടുത്ത ലൊക്കേഷനിലോട്ട് ഞങ്ങൾ യാത്ര തിരിച്ചു. അങ്ങനെ പല സ്ഥലങ്ങളിലും കറങ്ങി കുറച്ച് പർച്ചേസിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അവസാനം ഞങ്ങൾ റൂമിലോട്ട് ചെന്നു. ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടൽ, ക്യൂട്ട് കോർണർ ഹോം സ്റ്റേ, അതാണ് റൂമിൻ്റെ പേര്, അത് ഹോട്ടലിൻ്റെ പേര്. അവിടെ ചെന്നപ്പോഴത്തേനും ഓരോ ഫാമിലീസും അവരവർക്ക് ഇഷ്ടപ്പെട്ട റൂമെല്ലാം സെലക്ട് ചെയ്ത് ഫ്രഷപ്പായി. ഇനി വേണം ഫുഡും മറ്റു കാര്യങ്ങൾക്കുള്ള തയ്യാറെടുപ്പെല്ലാം നടത്താനായിട്ട്. കല്യാണം കഴിഞ്ഞ സമയം മുതൽ പ്ലാൻ ചെയ്യുന്ന ഊട്ടിയിലോട്ട് പോകണം, അല്ലെങ്കിൽ കൊടൈക്കനാലിലോട്ട് പോകണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പല സാമ്പത്തിക പ്രശ്നങ്ങളും മറ്റ് കാര്യങ്ങളുമായിട്ട് ഇതുവരെ നടന്നില്ലായിരുന്നു. അവസാനം 10 വർഷങ്ങൾക്ക് ശേഷമാണ്, അതും ഞങ്ങളുടെ ഫ്രണ്ട്സ് മുഖേന ഞങ്ങൾ അവസാനം ഊട്ടിയിലോട്ട് വന്നു ചേർന്നു. അതുകൊണ്ട് അവർക്കെല്ലാവർക്കും നല്ല നന്ദിയുണ്ട്. കാരണം എന്താ വെച്ചാൽ അവരെല്ലാം കോൺടാക്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ മിസ്സിങ് ആയിരുന്നു. എൻ്റെ കോൺടാക്റ്റ് നമ്പറൊന്നും ആരുടെയും ഇല്ലായിരുന്നു. അവസാനം എൻ്റെ ചാനലിലൂടെ വീഡിയോ കണ്ടിട്ട് അവരെന്നെ കോൺടാക്റ്റ് ചെയ്യുക ചെയ്തത്. അതുകൊണ്ട് യൂട്യൂബ് ചാനൽ ഇതുകൊണ്ട് അങ്ങനെ എനിക്കൊരു ഗുണം കൂടെ ഉണ്ടായി. മക്കളെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അവർ ആദ്യമായിട്ടാണ്, അതിനു മുമ്പ് പറഞ്ഞ് നെല്ലൂർ ഉള്ള നെല്ലൂർ ഫൺ പാർക്ക് പോയപ്പോൾ അവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നുണ്ട്. അതുപോലെ ഇതുപോലുള്ള റൂമും മറ്റു കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ അവർ ഭയങ്കര ഹാപ്പി. ഇത് ഔട്ട് സൈഡ് ഉണ്ടല്ലോ, ട്രാഫിക് ബ്ലോക്ക് ഉണ്ടോ, കിലോമീറ്റർ കണക്കാണ് ട്രാഫിക്. അങ്ങനെ ചായയെല്ലാം കുടിച്ച് ഫ്രഷായി ഞങ്ങൾ ഇനി അടുത്ത് കുക്കിങ്ങിലോട്ട് കടന്നു. പിന്നെ ഞങ്ങൾ ആണുങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചു പെണ്ണുങ്ങൾക്കെല്ലാം റെസ്റ്റ് കൊടുക്കുക. കാരണം നമ്മൾ ജോലിക്ക് പോകുകയാണെങ്കിലും വീട്ടിലിരിക്കുകയാണെങ്കിലും അവരാണല്ലോ കുക്ക് ചെയ്ത് നമുക്ക് തരുന്നത്. അപ്പോൾ ഇന്ന് ഫോർ എ ചേഞ്ച് ഞങ്ങളുടെ വക കുക്കിംഗ് എന്ന് വെച്ചു. അപ്പോൾ ആണുങ്ങളെല്ലാവരും കിച്ചൺ കൈയടക്കി, നെല്ലിന് ഞങ്ങളുടെ അധികാര പരിധിയിലാണത്. ബാലാജി ചിക്കനെല്ലാം നേരെയൊക്കെ അടുത്ത് ചപ്പാത്തി ചുട്ടെടുക്കാൻ തുടങ്ങി. അതിനായിട്ട് ഞങ്ങൾ കഷ്ണം മുറിക്കലും മറ്റു കാര്യങ്ങളൊക്കെ നടന്നു. ബാലാജി ഓരോന്നോരോന്നിട്ട് ചപ്പാത്തി ചുട്ടെടുക്കാൻ തുടങ്ങി. ഹാഫ് ബോയിൽഡ് ചപ്പാത്തി നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിച്ചിട്ട് പോയിരുന്നു. കാരണം ഓൾറെഡി പറഞ്ഞിരുന്നു അവിടെ ഈ സമയത്ത് നല്ല റേറ്റാണ് എല്ലാറ്റിനും. ആരുണ്ട് അവൻ്റെ വകയായിരുന്നു കറി. അവൻ കുക്ക് ചെയ്യാൻ നല്ലൊരു മിടുക്കനെ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയായിരുന്നു. അപ്പോൾ ചിക്കനും ചപ്പാത്തിയും അതായിരുന്നു ഞങ്ങളുടെ രാത്രിത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുന്നവരുണ്ടാക്കി, അല്ലാത്തവർ ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്ത് അവിടെ നിന്ന് ഞങ്ങൾ പലതും കാര്യങ്ങളും സംസാരിച്ച് ഞങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്തു. അവസാനത്തെ ഭക്ഷണമെല്ലാം റെഡിയായി, ഇനി കഴിക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പാണ്. സപ്പോസ് തികഞ്ഞില്ലെങ്കിൽ എന്ന് കരുതി ഞങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ചപ്പാത്തി ഉണ്ടാക്കിയെടുത്തു. എല്ലാം മുൻകൂട്ടി കാണുമല്ലോ. അടുത്ത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ തയ്യാറെടുത്തു. കാരണം എല്ലാവരും കൂടെ ഉള്ളൊരു കൂടിക്കാഴ്ചയും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു നല്ലൊരു എൻജോയ്മെൻ്റ് അല്ലേ. എല്ലാവരും ഓരോരുത്തരായിട്ട് സെർവ് ചെയ്യാനും കഴിക്കാനായിട്ട് തുടങ്ങി. ഇതിൽ പരം സന്തോഷം വേറെ ഒന്നും കിട്ടാനില്ല. ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇത്. ഭക്ഷണത്തിന് ശേഷം ഡാൻസും മറ്റു പല കലാപരിപാടിയിലേക്കും കടന്നു. നാളെ പിറ്റേന്ന് പോയിട്ട് റീൽസ് ചെയ്യണമെന്നുള്ള രീതിക്ക് പ്രശാന്തിൻ്റെ പേര് മഞ്ജു ആയിരുന്നു കൊറിയോഗ്രാഫി. എല്ലാവർക്കും ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുക. അവിടെ ചെന്ന് റീൽസ് ചെയ്യണമെന്നുള്ള രീതിക്ക് ഭയങ്കര പ്രാക്ടീസിങ് ആയിരുന്നു അവിടെ. ഇത് സ്കൂൾ സമയത്ത് പഠിച്ചവരുണ്ട്, പഠിക്കാത്തവരുണ്ട്, അറിയാത്തവരെല്ലാവരും ഒരുപോലെ പെർഫോമൻസ് ചെയ്യണമെന്നുള്ള രീതിക്ക്. അവരുടെ ഡാൻസ് കഴിഞ്ഞാൽ വിടും അവരെ. ഇനി ആണുങ്ങളോട് കളിക്കണം എന്നുള്ള രീതിക്ക്. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഡാൻസ് ചെയ്തിട്ടില്ല. എന്നെയും കൂടെ തള്ളിപ്പിടിച്ച് കളിപ്പിച്ചു. മമ്മൂക്ക പോലും എന്നെക്കാളും നല്ല ബെറ്ററായിട്ട് കളിക്കും. ഞാനാണെങ്കിൽ ഇതുവരെ കളിച്ചിട്ടില്ല. കൈയും കാലം എങ്ങനെ ഇട്ട് ആട്ടുന്ന പോലും എനിക്കറിയില്ല. ജസ്റ്റ് കൈയും കാലം മാത്രം ഇട്ട് കളിക്കും. ഞാൻ എസ്കേപ്പായി അവിടെ നിന്ന്. ഞാൻ എത്രത്തോളം കളിക്കുന്നുള്ള കാര്യം എനിക്ക് തന്നെ നല്ല ബോധമുണ്ട്. പിന്നെ യൂട്യൂബ് വീഡിയോ കൂടെ ചെയ്യുന്ന സമയത്ത് നാട്ടുകാർ മുഴുവൻ കാണില്ലേ. പിന്നെ ഇതിൽ പരം ബോറിംഗ് ആയിട്ടുള്ളത് വേറെ പറയാനില്ലല്ലോ.
അതുകൊണ്ട് നൈസായിട്ട് മുങ്ങി. പിറ്റേന്ന് 10 മണിയാകുമ്പോൾ തന്നെ ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്തു. ലഗേജെല്ലാം എടുത്തു. കാരണം മറ്റ് കാണാത്ത സ്ഥലങ്ങളോട് കണ്ടിട്ട് അങ്ങനെ വണ്ടി തിരിച്ചിങ്ങോട്ട് വരാമല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷേ എന്താ എല്ലായിടം കാണാനൊന്നും കഴിഞ്ഞില്ല. കാരണം ഉച്ച കഴിയുമ്പോഴത്തേനും നല്ലവണ്ണം മഴയായിരുന്നു. അതുകൊണ്ട് ചെറിയൊരു വിഷമമുണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബ്യൂട്ടി കാഴ്ചകളും മറ്റുമായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.